ശ്രീ ഫക്രുദ്ദീൻ, 2026 അടുക്കുംതോറും കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ്. SNDPയും NSSും ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഉയർത്തിപ്പിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുകയുണ്ടായി, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളത്. VD സതീശനെ എതിർക്കുന്നവരെല്ലാം ഇപ്പോൾ ചെന്നിത്തലയുടെ പക്ഷത്ത് അണിനിരന്നിരിക്കുകയാണ്. ഈ ഭരണം കിട്ടും എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണോ കോൺഗ്രസിൽ ഈ ഭിന്നത രൂക്ഷമായി തുടരുന്നത്? അറിയില്ലത് ഭരണം കിട്ടുമെന്ന് അവരെങ്ങനെ ആലോചിക്കുന്നത് എനിക്ക് അറിയില്ല. കാരണം കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ നടക്കുന്നില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ സമയത്ത്? LDF ആണ് പ്രതിപക്ഷത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കിട്ടും, LDFനെ ഭരിക്കുന്ന നല്ലത്. ഇവർ LDF പ്രതിപക്ഷത്തായി കഴിഞ്ഞാൽ ഇവന്മാർ കണ്ടതിന് മൊത്തം ഹർത്താലിനൊക്കെ എതിരാന്നും പറഞ്ഞിട്ടൊന്നും ഇവർ ഹർത്താലൊക്കെ നടത്തും. ഹർത്താലും ബന്ധും അല്ലെ കണ്ണൂർ നേതാവിനെ അറസ്റ്റ് ചെയ്ത് എൻ്റെ കണ്ണൂരിട്ടിന്ന് വന്നത് കേരളം മൊത്തം അവർ സംഭവിപ്പിക്കും. ഈ സെക്രട്ടേറിയറ്റിനെ പഠിക്കലേക്കൊന്നും വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോകും. LDF ഭരിക്കുമ്പോൾ LDF പ്രതിപക്ഷത്തായിരുന്നു. അതുകൊണ്ട് നമുക്കൊക്കെ ജീവിതത്തിന് നല്ലത് LDF ഭരിക്കുന്നതാണ്. കാരണം വലിയ ശല്യം ഉണ്ടാവില്ല. ഒരു യശാമേനെയൊക്കെ എടുത്തിട്ട് അത് നിന്ന് കഴിഞ്ഞാൽ വലിയ ശല്യം ഉണ്ടാവില്ല. LDF പ്രതിപക്ഷത്ത് വന്നാൽ പിന്നെ തെരുവുകൾ മൊത്തം എന്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ലല്ലോ ഈ തെരുവ് കൈയേറുന്നത്. അതൊക്കെ ശരി, എന്തിനു വേണ്ടിയാണ് തെരുവ് കൈയേറുന്നത്? എന്നിട്ട് അധികാരത്തിൽ വന്നാൽ അന്ന് എന്തൊക്കെ ആയിരുന്നോ വേണ്ടാന്ന് അതൊക്കെ ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെയൊക്കെ സഹിക്കേണ്ടത് നമ്മൾ സാധാരണക്കാർ. അപ്പം അത് നല്ല LDF ഭരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല അവരുടെ ഒരു സംഘടനാ സംവിധാനം ശക്തമാണ്. അവിടെ ബാലസംഘം തൊട്ടിട്ട് ഉള്ള അവരുടെ പോഷക സംഘടന ഇവരൊക്കെയാണല്ലോ ഇലക്ഷൻ ചെയ്യിപ്പിക്കുകയും മൊബിലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. അത് ശക്തമാണ്. പിന്നെ ഭരണവും വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. പത്രക്കാർ ദിവസം ഓരോ ചർച്ച ചെയ്യുന്നല്ലാതെ ഭരണത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഭരണം നടക്കുന്നുണ്ട്. കോൺഗ്രസ് സമയത്ത് ഭരണം നടക്കില്ലല്ലോ. ഇവരെല്ലാവരും ഓരോരുത്തർ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി. ആ സാമ്രാജ്യങ്ങൾ നമ്മൾ ശീതയുദ്ധമല്ലേ. അപ്പോൾ നിലവിലുള്ള സാധ്യത UDF കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു പിണറായിക്കെതിരെ ഒരു ലീഡറാണ്. പിണറായിക്ക് ഏജൊക്കെ ആവുന്നു. ലീഡർ എന്ന രീതിയിൽ സതീശൻ ഉയർന്നു വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ധാർഷ്ട്യമൊക്കെയുള്ള നേതാവ് എന്ന രീതിയിൽ സതീശൻ ഉയർന്നു വരുന്നുണ്ട്. അപ്പം അത് അപ്പുറത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ സതീശൻ ഉയർന്നു വരുന്നത് അവൻ സതീശൻ പുതിയ ഗേസെറ്റ് അധികാരം കിട്ടിയാൽ ഒരു പുതിയ ടീമിനായി കൊണ്ടുവരും. അപ്പോൾ തങ്ങൾക്കൊന്നും ഒരു വില ഇല്ലാതായി പോകുന്ന ധരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. പണ്ട് എന്നോട് വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയൊക്കെ തുടർഭരണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് വില എന്ന് ഗ്രൂപ്പുകാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വിലയാണല്ലോ. അന്ന് ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചു, പിന്നെന്ത് സംഭവിച്ചു? പിന്നെ നിലം തൊട്ടില്ലല്ലോ. അപ്പം ഭയങ്കര വില അല്ലേ കോൺഗ്രസ്സുകാർ കേരളത്തിൽ. അപ്പം അതേപോലെ BD സതീശൻ ഒതുക്കുക എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് രമേശ് എമേർജ് ചെയ്ത് വരുന്നു. അങ്ങനെ രമേശോട് BD സതീശൻ എന്നുള്ള സത്വം വന്നുകൊണ്ട് രമേശ് രക്ഷപ്പെട്ടു. വിമർശനങ്ങളെല്ലാം അങ്ങോട്ട് പോയി. അതിൽ എനിക്കത് രമേശിന് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് വെച്ചാൽ NSSന്റെ സപ്പോർട്ടാണ്. കാരണം കോൺഗ്രസ്സിൽ NSSന്റെ സപ്പോർട്ട് വളരെ നിർണായകമാണ്. അപ്പം NSSും അദ്ദേഹമായിട്ട് ഇടക്കാത്ത മാറി നിൽക്കുകയായിരുന്നു. 2016 അതെ. അത് രമേശിന്റെ ഇത്രയ്ക്ക് വലിയൊരു പ്രൈസ് ക്യാച്ചാണ്. പിന്നെ മാത്രം NSSന്റെ ആയിരുന്നു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ മാറ്റം എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിശ്വസിക്കുക. വെള്ളാപ്പള്ളി അല്ല, വെള്ളാപ്പള്ളി ഇന്ന് നാളെ പറയും വിജയാനന്ദ് ആണ് കേരളത്തെ മുഖ്യമന്ത്രിയാക്കി ചോദിക്കുക. അങ്ങനെ അതിന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ NSS അങ്ങനെ തന്നെ, അങ്ങനെ വാക്ക് പറഞ്ഞ വാക്കാണ്. ഇപ്പൊ ശശി തരൂരിന്റെ കാര്യത്തിൽ ശശി തരൂരിനെ ചെയ്താണ്. പക്ഷെ ശശി തരൂർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അയാൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടണം, ക്ഷമിക്കാൻ വയ്യ. അതുകൊണ്ട് അപ്പം തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അപ്പൊ അതാണ് ശശി തരൂരിനെ പിന്നെ എന്താണ് കൊടുത്തിട്ട് ഇമ്പോർട്ടൻസ് മാറി രമേശിലേക്ക് വരാൻ കാരണം അതാന്ന് തോന്നുന്നു. അല്ല, തരൂര് ഇടയ്ക്ക് വന്നപ്പോൾ ഏറെ പ്രതീക്ഷിച്ചതാ. അങ്ങനെ അല്ല, നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അമേരിക്കയിലെ കാർ കമ്പനികളെ പോലെ ആവരുത്. കൊറിയൻ കാർ കമ്പനികളെ പോലെ. അമേരിക്കയിൽ ഫോർഡ് മോട്ടോഴ്സ് ഇന്ത്യയിൽ വന്നു, ഷവർലെ വന്നു. അവർക്ക് എന്താ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, ഹ്യൂജ് റിട്ടേണും വേണം. ഇന്ത്യയിൽ ഓൾറെഡി കാർ മാർക്കറ്റിൽ മാരുതിയുടെ ശക്തമായ ഡോമിനൻസ് ഉണ്ട്, ഹുണ്ടായി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ. പക്ഷെ അവരെ വണ്ടികൾ ആസ്പെയർ പോലുള്ള ഫിഗോ പോലുള്ള വണ്ടികൾ അതൊക്കെ മാർക്കറ്റ് പിടിക്കും. എക്കോ സ്പോർട്സ് പോലുള്ള വണ്ടികൾ മാർക്കറ്റ് പിടിക്കും. അവർ നിർത്തിപ്പോയി. അവിടെയാണ് ഹുണ്ടായിനെ കണ്ടുപിടിക്കേണ്ടത്. അവരൊന്ന് മാരുതിയോട് മത്സരിച്ച് പതുക്കെ അവർ സ്പേസ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി വണ്ടികൾ വെക്കുന്നു. ഇവിടെ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നു. കിയ എന്നുള്ള അവരുടെ അടുത്ത മോഡൽ കൊണ്ടിരുന്നു. ഒരുപാട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഈ ശശി തരൂരിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമേരിക്കയിലൊക്കെ ജീവിച്ചുകൊണ്ടായിരിക്കും. അമേരിക്കൻ ആറ്റിറ്റ്യൂഡാണ്. പെട്ടെന്ന് റിസൾട്ട് വേണം, പെട്ടെന്ന് ഒരു ദിവസം മുഖ്യമന്ത്രി ചെയ്യാൻ പറ്റും. അതിന് ഒത്തിരി പണിയെടുക്കണം. ഇവിടെ നിന്ന് പണിയെടുക്കണം. തേജ് കേളമ്പല സ്ഥലത്ത് ഇന്ന് പണിയെടുക്കാതെ ഡൽഹി പോയി ചുറ്റിക്കളൊന്നും കിട്ടില്ല. അതാണ് NSS അയാളുടെ സമയം. അയാൾ യോഗ്യനാണ്. പക്ഷെ എന്താണ്, അയാൾക്ക് ഇവിടെ നിന്ന് പണിയെടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പം നോക്കുമ്പം ഭേദപ്പെട്ട ആള് രമേശാണ്. രമേശാണെങ്കിൽ മുമ്പുണ്ടായ ധാർഷ്ട്യമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. രമേശ് ഒരു മുസ്ലിം വിരോധിയാണെന്ന് എന്നോട് പല കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയില്ല രമേശ് മുസ്ലിം. കാരണം പറയുന്ന RSS രമേശ് എന്ന്.
RSS തന്നെ ആയതുകൊണ്ട് മുസ്ലിം വിരോധി ആവണമെന്നില്ലല്ലോ. ഇവിടെയുള്ള കുറെ RSSകാർ പിന്നെ ഈ പറയുന്നതിൻ്റെ അതിൽ നവനാസികളെ മറ്റേ വേണ്ട യുക്തിവാദികളുടെയും എക്സ് മുസ്ലിങ്ങളെ വർത്താനം കേട്ട് അതിനനുസരിച്ച് തുള്ളുന്നു എന്നൊരു സത്യമാണ്. പക്ഷെ അതിനനുസരിച്ച് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയ RSS അങ്ങനെ ആന്റി മുസ്ലിമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ ഈ ഹിന്ദുക്കൾ ഒരുമിച്ച് നിർത്താൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ശത്രുവിനെ കാണിക്കും, അത് മുസ്ലിങ്ങളായിരിക്കും. മുസ്ലിങ്ങളാണെങ്കിൽ ശത്രുക്കളാക്കുന്ന പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് സാധാ മുസ്ലിങ്ങളല്ല, ഒരു വിഭാഗം ഉണ്ടല്ലോ ഇതിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു മൂപ്പര്. അതിപ്പം കുറേയൊക്കെ മാറിയിരുന്നു, മൂപ്പര് തന്നെ പറയുന്ന കേട്ടു. അപ്പം അതുകൊണ്ട് ഇത് എസ്പെഷ്യലി കോൺഗ്രസിനെ സംബന്ധിച്ച് NSSന്റെയും പള്ളിയിലച്ചന്മാരുടെയും ഒരു സ്വാധീനം വളരെ ശക്തമാണ്. അവരുടെ വോട്ട് ബാങ്ക് അതാണ്. കോൺഗ്രസ് എടുത്തു നോക്കിയാൽ ബേസിക്കലി NSS വോട്ട് പ്ലസ് കോൺഗ്രസ് CPM പോലെ കേരള പാർട്ടി അല്ലല്ലോ. NSSന്റെ വോട്ടുണ്ട് പ്ലസ് പള്ളിയായിട്ട് ബന്ധപ്പെട്ട വോട്ട്. എന്തായാലും വളരെ നിർണായകമാണ്. അപ്പം ഈ വോട്ട് കിട്ടണമെങ്കിൽ ഇവർ രണ്ടുകൂടെ സ്വാധീനമാണ്. പക്ഷേ പള്ളിയിലച്ചന്മാരുടെ അടുത്ത് സതീശൻ നല്ല പെർഫോമൻസ് ആണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിൽ ഇനിയൊരു വ്യക്തത വരാനുണ്ട്. ഏതായാലും ഇപ്പം രമേശിൻ്റെ ഒരു സാധ്യതകൾ ഉയർന്നിട്ടുണ്ട്. ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ച ആളാണ് ചെന്നിത്തല. വലിയ പരാജയം ഉണ്ടായി. രമേശ് എന്താക്കാനും ഇവിടെ അതൊന്നും കാര്യമൊന്നുമില്ല. അത് അവിടെ ഉള്ള ആളുകൾ രമേശ് അവിടെ പോയിട്ട് പിന്നെ കളി ജയിപ്പിക്കുക രമേശ് റൊണാൾഡോ അല്ല. അങ്ങനെ ഒരു നിരാശയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ NSS SNDPയും കൂടി ഇപ്പോൾ ഇദ്ദേഹത്തെ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്ത് ഈ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിരവധി ഭൈമീകാമുകന്മാരുണ്ട്. ഉണ്ട്. NSS ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ട് ഇനി ഈ KC വേണുഗോപാലിനെ അവസാന നിമിഷം ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കുമോ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കുമോ ഇപ്പോഴേ ചെന്നിത്തല ഉയർത്തി നിർത്തുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. NSS പറയുന്നേക്കാതെ കോൺഗ്രസ് കേരളത്തിൽ ഒരു തീരുമാനം എടുത്താൽ, കാരണം ഈഴവാസ് കോൺഗ്രസിൽ താരതമ്യം വളരെ കുറവാണ്. പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന വെള്ളാപ്പള്ളിയുടെ ഭാഷ പറഞ്ഞാൽ ബ്രാഹ്മണ ഈഴവർ, അത് സമ്പന്നരായിട്ടുള്ള ഈഴവർ കോൺഗ്രസിന്റെ ഭാഗം മജാദേവിന്റെ കുടുംബം അതിലിപ്പം ഭയങ്കരമായിട്ട് BJP ആഭിമുഖ്യം കാണിക്കുന്നുണ്ട്. കോൺഗ്രസിന് ഇപ്പോഴും ഒരു ഷുവറായിട്ടുള്ള വോട്ട് എന്ന കരയോഗം നയമായിട്ടുള്ള വോട്ടാണ്. അത് കേട്ടിട്ടില്ലെങ്കിൽ കോൺഗ്രസ് അനുഭവിക്കും, ഉറപ്പാണ്. പള്ളിയിൽ അച്ഛന്മാരും ഈ പറയുന്നതിനാതിരി പള്ളിയിൽ അച്ഛന്മാരുടെ താല്പര്യം NSSന്റെ താല്പര്യം നോക്കിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് അനുഭവിക്കും, ഉറപ്പാണ്. ബാക്കി അതേ വോട്ട് വരുന്നത് അവിടെ നിന്നാണ്. വോട്ട് വരുന്നതാണെന്ന് നന്നായി കോൺഗ്രസ് വരുന്നത്. മുസ്ലിംസിന്റെ വോട്ട് സൗത്ത് കുറേ കോൺഗ്രസ് കിട്ടിയിരുന്നു. അതിപ്പോൾ CPM ആണ്. അത് CPMലേക്ക് പോയിട്ടുണ്ട് വൻതോതിൽ. പിന്നെ മലപ്പുറത്താണെങ്കിൽ മലബാറിലാണെങ്കിൽ ലീഗിന്റെ വോട്ടാണ്, ലീഗിനാണ് മുസ്ലിം വോട്ട് പോകുന്നത്. അത് അവർ പിടിച്ചോളൂ. ക്രിസ്ത്യൻ വോട്ടുകൾ അല്ലാത്ത കുറേ വോട്ടുകൾ ഇവർ പിടിച്ചോളൂ, കേരള കോൺഗ്രസ് പിടിച്ചോളൂ. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അത് ബേസിക്കലി സവർണ ക്രിസ്ത്യൻസും ലാറ്റിൻ ക്രിസ്ത്യൻസും സർവോപരി NSSും കരയോഗം നായസും. അത് കോൺഗ്രസ്, അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ NSS ഇടപെടുന്നത്. CPMന്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാറില്ലല്ലോ. കാരണം അവർക്ക് കിട്ടുന്ന വോട്ട് എന്ന് വെച്ചാൽ NSSന്റെ വോട്ടാണ് പ്രധാനമായിട്ടും. സെനറ്റർ ആവാൻകൂല നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ അത് ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.